സുനിൽ ഐസക് തിരുവനന്തപുരത്തിനോടൊപ്പമുണ്ട്. സുനിൽ, ഈ നേതാക്കൾ മൂന്നുപേരും പുറത്തേക്ക് ഇറങ്ങി വന്നല്ലോ, അവരുടെ ഓരോരുത്തരുടെയും ക്യാമ്പിന്റെ കോൺഫിഡൻസ് എന്താണ്? അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അപ്ഡേറ്റ്? എന്താണ് തിരുവനന്തപുരത്തിന്റെ? നിഷാദ്, 3.5 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ നേതാക്കൾ പുറത്തിറങ്ങുന്നു. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഒരു ഏകദേശ ധാരണ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നത് കാര്യത്തിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ നമുക്കൊരു പരിപൂർണമായ സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ VD സതീശനിലേക്ക് ചർച്ചകൾ എത്തുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാണ്. അത് ഡൽഹിയിൽ നിന്നാണ് പൂർണ്ണമായും സ്ഥിരീകരിക്കേണ്ടത്. പക്ഷേ VD സതീശന്റെ ക്യാമ്പ് നൽകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ അത്തരമൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം മറ്റന്നാൾ ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് ലഭിക്കുന്ന വിവരം. നാളെ ഇത് സംബന്ധിച്ച് ചില ധാരണകൾ കൂടി ഉണ്ടാവേണ്ടതുണ്ട്. സോണിയാഗാന്ധി അടക്കമുള്ള ആളുകളുടെ അനുമതി കൂടി ഇക്കാര്യത്തിൽ വാങ്ങേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. നാളെ കോൺഗ്രസിന്റെ പ്രസിഡന്റും രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ചെന്നൈക്ക് പോകും. അവിടെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുന്നതിനായി പോവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഇപ്പോൾ പ്രഖ്യാപനം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ഇതിന്റെ സെറ്റിൽമെന്റ് ഉണ്ടായിരിക്കുന്നതെന്ന കാര്യത്തിൽ കൃത്യമായൊരു ധാരണ നമുക്കിപ്പോഴുമില്ല. അത് വ്യക്തത വരേണ്ടതുണ്ട്. രാത്രിയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നോക്കൂ, ഇത് നേതാക്കളുടെ ഒരു ബോഡി ലാംഗ്വേജ്, ആദ്യം മാധ്യമങ്ങളോട് സംസാരിച്ചത് ആരാണ് എന്നതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് VDക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല പ്രകടനങ്ങളൊക്കെ പൂർണ്ണമായും VD വിലക്കുന്നു. ഫ്ലെക്സ് ബോർഡുകൾ പൂർണ്ണമായും എടുത്തു മാറ്റാൻ VD സതീശനും KC വേണുഗോപാലും ചേർന്ന് നിർദ്ദേശിക്കുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഫ്ലെക്സ് ബോർഡുകളൊക്കെ പൂർണ്ണമായും പ്രവർത്തകർ പലയിടങ്ങളിൽ നിന്നായി എടുത്തു മാറ്റുന്നു. രമേശ് ചെന്നിത്തലയുടെ മുഖഭാവം അത്ര ഒരു പ്രസന്നമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് അത്ര ഒരു ചില സംശയങ്ങളുണ്ട്. എന്തായാലും എന്താണ് ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നതെന്ന് സംബന്ധിച്ചൊരു ക്ലാരിറ്റി അല്പസമയത്തിനുള്ളിൽ തന്നെ വരേണ്ടിയിരിക്കുന്നു. എന്തായാലും VDക്ക് അനുകൂലമായൊരു നിലപാട് വന്നിട്ടുണ്ട്, അത്തരമൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന വിവരത്തിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇവിടെ നടന്ന VD സതീശന് അനുകൂലമായി നടന്ന പ്രകടനങ്ങൾ, തെരുവിലേക്ക് അണികൾ ഇറങ്ങിയത്, അക്കാര്യത്തിലൊക്കെ അതിശക്തമായ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതിൽ വലിയ അതൃപ്തി ഹൈക്കമാൻഡ് ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് സുനിൽ ഒരു കാര്യം ചോദിക്കട്ടെ, KC വേണുഗോപാലിന്റെയും VD സതീശന്റെയും മുഖഭാവം അത് നമുക്ക് വേണമെങ്കിൽ അനലൈസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ കോൺഗ്രസിന്റെ വളരെ സീനിയർ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ആണ്, അവരുടെ മുഖഭാവത്തിൽ നിന്ന് കാര്യങ്ങൾ എടുക്കുന്നതിലും പ്രശ്നമുണ്ടെന്ന് കൂടി എനിക്ക് തോന്നുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പം KC വേണുഗോപാൽ പറയുകയാണ് പാർട്ടിയാണ് ഏറ്റവും വലുതെന്നാണ് അദ്ദേഹം പറയുന്നത്, ജനങ്ങളാണ് വലുതെന്ന് അദ്ദേഹം പറയുന്നു. എന്ന് വെച്ചാൽ ഒരു പൊതു താല്പര്യത്തിന് അദ്ദേഹം കോംപ്രമൈസ് ചെയ്തു എന്ന് പറയുന്നു എന്ന് നമുക്ക് ആ വാചകത്തിൽ നിന്ന് വായിക്കാമോ സുനിലെ? അങ്ങനെയാണ് ഞാൻ പറയുന്നത്, അങ്ങനെയാണ് ഞാൻ കരുതുന്നത് നിഷാദ്. അത് മാത്രമല്ല, കോൺഗ്രസ് അധ്യക്ഷന്റെ കാലാവധി ഈ വർഷം കൂടി മാത്രമാണ്. അതോടുകൂടി കാലാവധി അവസാനിക്കുകയാണ്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂടി പരിഗണിക്കപ്പെടുന്ന ഏറ്റവും സീനിയറായ നേതാക്കളിൽ ഒരാളാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലൊരു റിസ്ക് ഫാക്ടർ എടുക്കാൻ KC വേണുഗോപാൽ തയ്യാറാകുമെന്ന് നമ്മൾ കരുതുന്നില്ല. കാരണം KC ഇവിടേക്ക് വന്നാൽ ഒന്ന് ജനരോഷമുണ്ട്, രണ്ട് ഏതെങ്കിലും തരത്തിൽ ബൈ ഇലക്ഷൻ ഉണ്ടായി ആ ബൈ ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് KC വേണുഗോപാൽ എന്ന രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ തന്നെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ബുദ്ധിപൂർവമായൊരു തീരുമാനം എടുക്കണമെന്ന് അദ്ദേഹത്തെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ ഉപദേശിച്ചു എന്ന വാർത്ത കേൾക്കുന്നുണ്ട്. കാരണം കേരളം എന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദം എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകൾ KC വേണുഗോപാലിനെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ റിസ്ക് എടുക്കേണ്ടതില്ല എന്ന ചില അഡ്വൈസ് അദ്ദേഹത്തിന് ചിലയിടങ്ങളിൽ ലഭിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഈ ജനവികാരം പൂർണ്ണമായും കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. മാത്രമല്ല ഈ ഘടകകക്ഷികൾ, ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ വലിയ തോതിലുള്ള സമ്മർദ്ദം VD സതീശനായി ചെലുത്തുന്നുണ്ട്. ഇത്തരം സമ്മർദ്ദങ്ങളെയൊക്കെ പൂർണ്ണമായും അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള സാധ്യത തുലവും കുറവാണെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ആ ഒരു അർത്ഥത്തിൽ VD സതീശനിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന പൂർണ്ണമായും സ്ഥിരീകരിക്കാത്ത കാര്യമാണ്.